കുറെ നാളായിട്ട് വീഡിയോസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്നൊരു വീഡിയോ എടുക്കാൻ തീരുമാനിച്ചു. വീഡിയോസ് വരാത്തതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ജോലി കിട്ടി ഞാനിപ്പോൾ കോയമ്പത്തൂരാണ് താമസിക്കുന്നത്. വൈകുന്നേരം വരെ നൈറ്റ് വന്ന് കയറാറില്ല. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ സമയം കിട്ടാറില്ല. ഇന്നലെ രാത്രി നല്ല മഴ പെയ്തുകൊണ്ട് സംഭവിച്ച 2-3 കാര്യമുണ്ട്. പാന്റും നനഞ്ഞു, അതേപോലെ ടാങ്കിന്റെ മുകളിലുണ്ടായ സ്ലാബും പൊട്ടി. ശരി, ഓക്കെ, അതൊന്ന് ക്ലിയർ ചെയ്ത് മാറ്റാലോ എന്ന് വിചാരിച്ച് എന്നെ കൊണ്ടാവുന്ന വ്യക്തി ഞാൻ ശ്രമിച്ചു, പക്ഷെ നടക്കുന്നില്ല. അപ്പൊ എന്നെ കൊണ്ടാവുന്ന പോലെ 2-3 ചെറിയ ചെറിയ കല്ലുകൾ പറിക്കും. ഞാൻ അവരെ സഹായിച്ചു. എന്നിട്ട് ഏട്ടന്മാരുടെ കാര്യം രാവിലെ നേരത്തെ എണിച്ചുകൊണ്ട് ഇനി കുളിച്ചിട്ട് വേണം സൈറ്റിൽ. അപ്പൊ അതിന് വേണ്ടിയുള്ള പരിപാടിയാണ് നോക്കുന്നത്. കണ്ണാടി മുമ്പ് നിന്ന് എണ്ണ തേച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ്. ഇത് എപ്പോൾ തുടങ്ങി ശീലമാണെന്ന് എനിക്കറിയാം. ശരി, ഓക്കെ എന്ന് പറഞ്ഞ് അങ്ങനെ കുളിയും കഴിഞ്ഞ് സെറ്റായപ്പോഴാണ് പറഞ്ഞത് റൂമിൽ ഇന്നലെ ഫുഡ് വെച്ചത് ബാക്കി. നമ്മള് ബാച്ചിലേഴ്സ് ആയതുകൊണ്ട് നമുക്കുള്ളതൊക്കെ മതിയല്ലോ. ശരി, ഓക്കെ എന്ന് പറഞ്ഞ് ഉള്ള ഫുഡും എടുത്ത് കഴിച്ച് നേരെ സൈറ്റിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഇന്നലെ വെച്ച ഫുഡായതുകൊണ്ട് പറയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ശരി, ഓക്കെ എന്ന് പറഞ്ഞ് പോകുന്ന വഴി നല്ല ലെവലിൽ ബ്ലോക്കും. കോയമ്പത്തൂരിലെ ബ്ലോക്ക് എന്ന് ഞാൻ പറയാതെ തന്നെ അറിയാം. നല്ല ലെവലിൽ ബ്ലോക്ക് ഉണ്ട്. കുറച്ച് നേരം എന്തായാലും പെട്ടു. കൂടെ സൈറ്റിലേക്ക് വരാനുള്ള ചേട്ടനുണ്ടായിരുന്നു. അയാളെ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഞങ്ങൾ നേരെ ആദ്യം പോയത് ഓഫീസിലേക്കാണ്. അവിടെ പോയി സൈറ്റിലേക്ക് വേണ്ട 2-3 സാധനങ്ങൾ എടുത്ത് നേരെ സൈറ്റിലേക്ക് പോയി. സൈറ്റിൽ പോയ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം പല കമ്പനികളാണ് സൈറ്റുകൾ. സോ അവിടെയൊന്നും വീഡിയോസ് അലൗഡ് ആയിരിക്കും. പക്ഷേ ഞാൻ ലാസ്റ്റ് പോയ സൈറ്റിൽ നല്ല സുഖമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ വീഡിയോസ് എടുക്കായിരുന്നു. ശരി, ഓക്കെ എന്ന് പറഞ്ഞ സൈറ്റിന്റെ ആവശ്യത്തിന് ഒരു വീഡിയോ എടുത്താണ്. കൂടെ ഞാൻ എന്റെ സെൽഫി വീഡിയോ കൂടെ എടുത്തു. എത്ര നേരെ തൊങ്ങി നിൽക്കുന്നത് കണ്ടില്ല. ഇതാണ് പരിപാടി. ഈ പരിപാടിയും കഴിഞ്ഞ് നേരെ റൂമിൽ എത്തുമ്പോൾ തന്നെ രാത്രി ഇരുട്ടെ. ശരി, ഓക്കെ എന്ന് പറഞ്ഞ കുറച്ച് പരിപാടി തീർക്കാനുണ്ട്. ആ പരിപാടി ഞാൻ തീർത്ത് ഒരു ബുക്ക് വായിക്കാൻ വേണ്ടി. ഇന്നത്തെ പരിപാടി ആകെ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണാം.